ഒന്ന്, സൽസ്വഭാവിയായ ഒരു സ്ത്രീ 70 ഔലിയാക്കളേക്കാൾ ശ്രേഷ്ഠയാണ്. 2, ഒരു ദുസ്വഭാവിയായ സ്ത്രീ 1000 ദുസ്വഭാവിയായ പുരുഷന്മാരെക്കാൾ മോശമാണ്. 3, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ 2 റക്അത്ത് നമസ്കാരം ഗർഭിണിയല്ലാത്ത സ്ത്രീകളുടെ 80 റക്അത്ത് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. 4, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ അവൾക്ക് ഓരോ തുള്ളിപ്പാലിനും പകരമായി ഓരോ നന്മ എഴുതപ്പെടും. 5, തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ അയാളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ അവൾക്ക് ജിഹാദിൻ്റെ നന്മ നൽകപ്പെടും. 6, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണമായി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചാൽ അവൾക്ക് 20 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. 7, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം റഹ്മത്തിൻ്റെ നോട്ടം നോക്കിയാൽ അള്ളാഹു അവരുടെ 2 പേരുടെ മേലും അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നതാണ്. 8, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കുകയും തൻ്റെ വീട്ടിൽ ദീനിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ തൻ്റെ ഭർത്താവിനേക്കാൾ 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും 70,000 മലക്കുകളുടെയും ഹൂർലിംഗങ്ങളുടെയും നേതാവാകുകയും അവൾ സ്വർഗത്തിൽ കുളിപ്പിക്കപ്പെടുന്നതും യാക്കൂത്ത് മർജാൻ എന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. 9, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ രോഗം കാരണമായി ഉറക്കമൊഴുകുകയും താരാട്ടി ഉറക്കുകയും ചെയ്താൽ അള്ളാഹു അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും 2 വർഷത്തെ മക്ബൂലായ ഇബാദത്തിൻ്റെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. 10, ഒരു സ്ത്രീ തൻ്റെ മൃഗത്തിൽ നിന്നും ബിസ്മില്ലാ പറഞ്ഞ് പാൽ കറന്നെടുത്താൽ ആ മൃഗം അവൾക്ക് വേണ്ടി ദുആ ചെയ്യും. 11, ഒരു സ്ത്രീ ബിസ്മില്ലാ പറഞ്ഞ് മാവ് കുഴച്ചാൽ അതിലുണ്ടാകുന്ന ആഹാരത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. 12, ഒരു സ്ത്രീ അന്യപുരുഷനെ കാണാൻ വേണ്ടി പോയാൽ അള്ളാഹു അവരുടെ മേൽ ലാനത്ത് ചെയ്യും. അന്യ സ്ത്രീകളെ കാണുന്നത് ഹറാമായതുപോലെ അന്യപുരുഷന്മാരെ കാണുന്നതും ഹറാമാണ്. 13, ഒരു സ്ത്രീ ദിക്ർ ചെയ്തുകൊണ്ട് വീട് അടിച്ചു വാരിയാൽ അള്ളാഹു അവൾക്ക് കഅബയെ ശുദ്ധമാക്കിയ കൂലി കൊടുക്കും. 14, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തു കൊള്ളുക. ഹദീസ്. 15, ഏതൊരു സ്ത്രീ നമസ്കാരം, നോമ്പ് ഇവകളെ സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ചു തൻ്റെ പാതിവൃത്യത്തെയും സൂക്ഷിച്ച് തൻ്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയാൽ സ്വർഗത്തിൻ്റെ ഏത് വാതിലിൽ കൂടി പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ വാതിലിൽ കൂടി അവൾ പ്രവേശിക്കുന്നതാണ്. 16, 2 ആളുകളുടെ നമസ്കാരം അവരുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തപ്പെടുന്നതല്ല. 1, യജമാനെ വിട്ട് ഓടിപ്പോയ അടിമ. 2, ഭർത്താവിൻ്റെ കോപം സമ്പാദിച്ച ഭാര്യ. നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴിപ്പെടാതെ സ്വർഗം കൈമോശം വരാതെ സൂക്ഷിക്കുക.